ഹായ്, 130 രൂപ കൊടുത്ത് ഛർദി, തലകറക്കം, തലചുറ്റല് ഇത് മൂന്നും കോമ്പിനേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് കയറിക്കോ. സൈജു ശ്രീധരന്റെ ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമ. ഇദ്ദേഹം ഒരു എഡിറ്ററാണ്, അറിയാലോ, മായാനദി, അതുപോലെ തന്നെ നല്ല ആഷിഖ് കപൂറിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളും, അതുപോലെ തന്നെ അഞ്ചാം പാതിര സിനിമയൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ എഡിറ്ററാണ് സൈജു ശ്രീധരൻ. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഒരു കോ റൈറ്റർ കൂടിയുണ്ട്. സിനിമയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ റോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു ഇത്. ആദ്യത്തെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെക്കാട്ടിലും മുമ്പ് ഒരു കോമഡി ഉണ്ട് കേട്ടോ. അതായത് ഈ സിനിമ ഞാൻ കാണുന്നത് കാസർഗോഡ് മാജിക് ഫ്രെയിംസിന്റെ തിയേറ്ററിലായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് തിയേറ്ററിന്റെ ഫ്രണ്ട് തന്നെ ആരോ ഛർദ്ദിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല കളുടിയന്മാർ മറ്റു വാട് വെച്ചായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഈ പടം എനിക്ക് മുമ്പേ കണ്ട ആരോ ഇത് കണ്ട് തല കറങ്ങി ഛർദ്ദിച്ചു പോയതാണ്. അമ്മാതിരി എഫക്റ്റ് ആട്ടോ ഈ പടം. തല കറങ്ങി പണ്ടാറങ്ങി പോകും. ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കറങ്ങുന്നുണ്ടെങ്കിൽ ആ സിനിമ കണ്ടതിന്റെ എഫക്റ്റ് ആണ്. ചിലപ്പോൾ എന്റെ ക്യാമറ അങ്ങനെ കറങ്ങിപ്പോകും. അമ്മാതിരി എഫക്റ്റ്. ഈ അടുത്ത കാലത്ത് എന്നല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ഇറവേഴ്സിബിൾ എന്ന് പറഞ്ഞൊരു ഹോളിവുഡ് പടമുണ്ട്. അതും അത്യാവശ്യം കണ്ടിരിക്കാം, പക്ഷെ ഇമ്മാതിരി എഫക്റ്റ് ഒന്നും വരില്ല കേട്ടോ. ഇത് വളരെ റോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഹാൻഡിക്യാം. ഈ പടത്തിൽ ക്യാമറമാനേ ഇല്ലാന്ന് തോന്നുന്നു. സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ ഒരു പേര് കണ്ടു, പക്ഷെ ഇതിൽ സിനിമാറ്റോഗ്രാഫറുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇത്രയും പൈസ മുടക്കിയിട്ട് സിനിമ എടുക്കുന്നില്ല, എന്നാൽ പിന്നെ വൃത്തിയായിട്ട് ഇത് കണ്ടിരിക്കാൻ പറ്റുന്ന പാകത്തിന് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാകുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാഖ് നായർ, അതുപോലെ തന്നെ മഞ്ജു വാര്യർ, പിന്നെ ആക്ട്രസിന്റെ പേര് ഗായത്രി അശോക്. ഈ മൂന്നാൾക്കാരാണ് ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഈ സിനിമയിൽ സെർവൻ്റ് ആയിട്ട് വീട്ടുജോലിക്ക് വരുന്ന ഒരു ചേച്ചിയായിട്ട് പയ്യന്നൂരുള്ള ഒരു ഭാനുമതി എന്ന പേരുള്ള, ഭാനുമതി എന്നാണ് തോന്നുന്നു കേട്ടോ അവരുടെ പേര്, കറക്റ്റ് അറിയില്ല. ആ ചേച്ചിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ചേച്ചി പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ കാലത്തിന് അനുസരിച്ചിട്ടുള്ള പൊളിറ്റിക്സുമായിട്ട് യോജിച്ചു പോകുന്ന കാര്യമായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ട് വീട്ടിലത്തെ സെർവൻ്റ്, വീട്ടുജോലിക്കാരി നല്ല സ്റ്റൈലായിട്ട് ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നത് കണ്ടപ്പോഴത്തേക്ക് ഒരു സന്തോഷം തോന്നി. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ കാണാൻ വേണ്ടി കയറിയ സമയത്ത് 10-15 ആൾക്കാരുണ്ടായിരുന്നു. ഫസ്റ്റ് ഷോട്ട് വന്നപ്പോഴേ ഒരു ചേട്ടനും ചേച്ചിയും ഓടുന്നത് കണ്ടു. പിന്നെ അതിന് ശേഷം ഓരോ ആൾക്കാരായിട്ട് ഓടി അവസാനം നമ്മളൊരു 3-4 ആൾക്കാർ, പിന്നെ അപ്പുറത്തൊരു കപ്പിൾസ് ഉണ്ടായിരുന്നു. വേറൊരു കപ്പിൾസ് വന്നത് ഒരു ഇന്റർവെൽ ആവാനാകുമ്പോഴത്തേക്ക് ഓടി കേട്ടോ. അത് ഭയങ്കര കോമഡി ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് ആലിയ ഭട്ടിന്റെ പരസ്യം വന്ന സമയത്താണ് കുറച്ച് ആശ്വാസം തോന്നിയത്. സാധാരണഗതിയിൽ ആലിയ ഭട്ടിന്റെ മറ്റേ വിക്കോ വജ്രന്തി വരുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി തോന്നും. പിന്നെ 28 വയസ്സുള്ള സുനിതയൊക്കെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ എന്തോ പോലെ തോന്നും, എപ്പോഴും കാണുന്നതല്ലേ. പക്ഷേ ഇന്റർവെല്ലിന്റെ സമയത്ത് പരസ്യം വന്നു, പിന്നെ ഗോട്ടിന്റെ ബസൂക്കയുടെ ഒക്കെ ടീസർ വന്ന സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ഈ തല കഴുത്തിന്റെ മേലെ തന്നെ ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ടായത്. ഇന്റർവെല്ലിന് ശേഷം ഈ പടം ഞാൻ ഇങ്ങനെയാണ് കണ്ടത്, ഇങ്ങനെല്ലാം പിടിച്ചുകൊണ്ട്, അതായത് തല കറങ്ങി പണ്ടാരടങ്ങി പോകും. സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞത്, അതായത് ഇതൊരു ത്രില്ലറാണ് ഈ പടം ബേസിക്കലി. പക്ഷെ ഇത് രണ്ടാൾക്കാരുടെ വ്യൂ പോയിന്റിൽ കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് നമ്മുടെ വിശാഖും അതുപോലെ തന്നെ വിശാഖിന്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഈ ഗായത്രിയും, ഇവര് ലിവിങ് ടുഗദർ ആയിട്ട് അവർ ജീവിക്കുന്ന ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്ന കപ്പിൾസ് ആണ്. അപ്പോൾ ഇവരുടെ ഫ്ലാറ്റിന്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മുടെ മഞ്ജു വാര്യർ താമസിക്കുന്നത്. അപ്പോൾ ഈ മഞ്ജു വാര്യരുടെ ഡെയിലി ആക്ടിവിറ്റിയിലൊക്കെ ഇവർക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ ഈ പിള്ളേര് വ്ളോഗേഴ്സ് ആണ്. അപ്പോൾ അവരുടെ കയ്യിലുണ്ടാവും ഹാൻഡി ക്യാംസ് ഉണ്ടാകും. ഈ ക്യാമറ വെച്ചിട്ടാണ് ഈ ഷൂട്ട് ചെയ്ത് പോകുന്നത്. അങ്ങനെ തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതായത് വിശാഖിന്റെ കയ്യിലുള്ള ക്യാമറയും ഗായത്രിയുടെ കയ്യിലുള്ള ക്യാമറകളാണ് സിനിമയുടെ കഥ മുഴുവനായിട്ടും പറയുന്നത്. അല്ലാതെ സിനിമ നമ്മളെല്ലാം ബാക്കിയുള്ള സിനിമകളൊക്കെ കാണുന്ന രീതിയിൽ ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ സ്റ്റാറ്റിക് ആയിട്ട്, അമ്മാതിരി പരിപാടിയൊന്നുമില്ല. മൊത്തം ഹാൻഡ് ഹെൽഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിരിക്കാൻ വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ഫോണിന്റെ ക്യാമറ ഒക്കെ ഓണാക്കി പിടിച്ചിട്ട് വീഡിയോ ഓപ്ഷൻ ഓണാക്കി വെച്ചിട്ട് ഓടിക്കഴിഞ്ഞതിന് ശേഷം ഈ റെക്കോർഡിങ് ഓഫ് ആക്കിയിട്ട് പിന്നെ നോക്കുന്ന സമയത്ത് വളരെ ഷെയ്ക്കി ആയിട്ടുള്ള ഫുട്ടേജ് ആയിരിക്കും നോക്കി കിട്ടുക. പക്ഷെ ഈ 2 മണിക്കൂർ ഈ മൊത്തം ഷെയ്ക്കി ആയിട്ടുള്ള ഫുട്ടേജ് കണ്ടിരിക്കുക എന്ന് വെച്ചാൽ വളരെ 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 ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിന്റെ മെയിൻ ത്രെഡ് രസമാണ് കേട്ടോ. ആ മെയിൻ ത്രെഡിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു സാധാരണ സിനിമ പോലെ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകും. ഇത് കാണണ്ടേ മനുഷ്യന്മാർക്ക്, 2 മണിക്കൂർ ഇത് കാണണ്ടേ. ഒരു 5 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു POV ഷോട്ട്, ഇപ്പോൾ ഒരാളൊരു ഒരു കുഴിയിലേക്ക് വീണു പോകുന്നു അല്ലെങ്കിൽ നടക്കുന്നു, അപ്പോൾ അയാളുടെ മേത്ത് ഒരു ക്യാമറ വെച്ച് കിട്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഷോട്ടൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ വല്ലാണ്ട് ലെങ്തി ആയി പോകുന്ന സമയത്ത് അസഹനീയം എന്നുള്ളതല്ലാതെ വേറൊന്നും പറയാനില്ല. ഇന്റർവെല്ല് വരെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇന്റർവെല്ല് വരെ ആയിരിക്കും ഈ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഷെയ്ക്കി ആയിട്ടുള്ള ഫുട്ടേജ് എന്ന്. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം ഈ പെണ്ണിന്റെ പെർസ്പെക്റ്റീവ്, അതായത് നമ്മൾ ഗായത്രി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ കയ്യിലുള്ള ക്യാമറയുടെ പെർസ്പെക്റ്റീവിൽ ഈ സിനിമ കാണിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അസഹനീയമായി ഞാൻ ഇങ്ങനെ പിടിച്ചു, തല എങ്ങോട്ടേക്കും ഇങ്ങനെ കറങ്ങി വീഴല്ലേ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ സിനിമ കാണാൻ കയറുന്ന സമയത്ത് ഒരു മാംഗോ ജ്യൂസും ഒരു ചിപ്സും വാങ്ങുമല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ ഇന്റർവെൽ ആകുമ്പോഴത്തേക്ക് ഈ സാധനം തീരും. ഇത് തിന്നാനും തോന്നില്ല. കഷ്ടകാലത്തിന് ചിപ്സിന്റെ എരിവെല്ലാം തലയിൽ വിരിഞ്ഞ് കയറി.
ഈ മറ്റേ നമ്മളെ ജ്യൂസ് കുടിക്കാനും പറ്റുന്നില്ല. വല്ലാത്ത ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി. പിന്നെ ഈ റിവ്യൂ ചെയ്യാനുള്ളത് കൊണ്ട് പകുതിക്ക് ഇറങ്ങി വരാനും പറ്റില്ല. വല്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷെ മെയിൻ ത്രെഡിനെ നന്നായിട്ട് അവർ അവതരിപ്പിച്ചിരുന്നെങ്കിലേ കുറച്ചുകൂടി നല്ലൊരു സിനിമയായേനെ. മഞ്ജു വാര്യർക്ക് പ്രത്യേകിച്ച് ഡയലോഗേ ഇല്ല. അവർക്ക് എന്താണ് എല്ലാം ഇങ്ങനെ എഴുതി പേപ്പറിൽ കാണിക്കുന്ന ഡോക്ടറാണ് ഇവർ. പക്ഷെ ഡയലോഗ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് അടിയിടിയും കുത്തും മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വൃത്തിയായിട്ടൊന്ന് കാണിക്കാമായിരുന്നു. ഇതിങ്ങനെ ഒരു ക്യാമറയുടെ ഈ വ്ളോഗിങ് ക്യാമറ ഇല്ലേ, അതിന്റെ ഒരു രീതിയിലാണ് സിനിമ കാണിച്ചിട്ടുള്ളത്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിന്റെ ഒരു കോട്ടയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് എല്ലാ ആൾക്കാർക്കും 3 തരത്തിലുള്ള ലൈഫ് ഉണ്ട്. ഒരു പ്രൈവറ്റ് ലൈഫ്, പിന്നെ മറ്റെന്തോ ലൈഫ്, പിന്നെ വേറെന്തോ ലൈഫ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഒരു സാധനം, നല്ല സാധനം വരുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടിരിക്കാൻ വെച്ചാൽ വിഷ്വലി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, കണ്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ റോ ആയിട്ടുള്ള ഒരു ഫൂട്ടേജ് ആണ് സൈജു ശ്രീധരന്റെ ഈ സിനിമ. അദ്ദേഹം ഒന്നുമില്ലെങ്കിൽ ഒരു എഡിറ്ററാണ്. പക്ഷെ ഈ പടം കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യാൻ വെച്ചാൽ വലിയ പണിയാണ് കേട്ടോ. ഈ സിനിമയുടെ എഡിറ്ററും അദ്ദേഹം തന്നെയാണ്. ഇത് എഡിറ്റ് ചെയ്യാൻ വെച്ചാൽ വലിയ പണിയാണ്. മറ്റൊരു വലിയ ടാസ്ക് വരുന്നത് ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാർക്കാണ്. കാരണം സെൻസർ ചെയ്യണമെങ്കിൽ ഈ പടം ആദ്യം കാണണമല്ലോ. അപ്പോൾ ഇത് കണ്ടിരിക്കാൻ വെച്ചാൽ വലിയ ടാസ്ക്കാണ്. പിന്നെ ഇതിൽ അഡൾട്ട് കണ്ടന്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. മലയാളത്തിൽ ഇത്രയധികം അഡൾട്ട് കണ്ടന്റ് എനിക്കൊന്ന് പഴയ സിനിമ, പണ്ടത്തെ ഇണ പോലത്തെ സിനിമയിലൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷെ ഒരു ഇടക്കാലത്ത് പിന്നെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. പുതിയ സിനിമകളിലും എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇത്രയധികം അഡൽട്ട് കണ്ടന്റ് ഉള്ള സിനിമ വേറെ ഉണ്ടാവില്ല. ഒരുപാട് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിരിക്കാൻ വെച്ചാൽ എന്താണ് ഈ കുറച്ച് എന്താണ് ഈ സാധാരണക്കാരായിട്ടുള്ള വളരെ ബിലോ ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അത് കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചെറുപ്പക്കാർക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ തമാശ വളരെ ഇരുന്ന് കാണുകയൊക്കെ ചെയ്യും. ഫാമിലി ഓഡിയൻസിനും ഇത് കണ്ടിരിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട ഒരു 35+ ഏജുള്ള ആൾക്കാരെല്ലാം ഒരുവിധം സീനൊക്കെ വന്ന സമയത്ത് തന്നെ ഇറങ്ങി ഓടി. നമ്മൾ പിള്ളേരായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സോ ഈ സിനിമ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരു 1-2 ആൾക്കാരെ കൂട്ടി പോകുന്ന ഒന്നായിരിക്കും. കാരണം ഏതെങ്കിലും ഒരുത്തൻ തലകറങ്ങി വീണാലും ബാക്കി 2 ആൾക്കാർക്ക് എടുത്ത് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ നിങ്ങളുടെ ധൈര്യം സംഭരിച്ച് എന്താണ് സിനിമ കാണാൻ വേണ്ടി കയറുക. ഫൂട്ടേജ് ഞാൻ അധികം ആൾക്കാർക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നില്ല. OTT വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഓൺ റിസ്കിൽ തന്നെ കാണുക. തിയേറ്ററിലും ഓൺ റിസ്കിൽ തന്നെ കാണുക. പോകുമ്പോൾ ചെറുനാരങ്ങയെല്ലാം എടുത്തിട്ട് പോയാൽ നല്ലതാണ്. വല്ലാണ്ട് തലകറങ്ങുന്ന സമയത്ത് ഇങ്ങനെ അമർത്തിയിട്ട് ഒക്കെ ഇങ്ങനെ മണപ്പിച്ചൊക്കെ നോക്കാം. നമ്മുടെ എക്സിസ്റ്റൻസ് അവിടെ ഉണ്ട്, നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്നൊരു തോന്നലൊക്കെ നോക്കുന്നുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഫോൺ എടുക്കുന്നത് നല്ലതാണ്. വല്ലാണ്ട് ബോറടിക്കുന്ന സമയത്ത് ഫോണിൽ നോക്കിയിരിക്കാം. വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത്ര ബുദ്ധിമുട്ട് ഞാനൊരു സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഫൂട്ടേജ്.